അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരുപാട് അത്ഭുത മഹത്വമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്ർ. ഈ ദിക്റിൽ നമുക്ക് ദിക്ർ ചൊല്ലലുമുണ്ട്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലലുമുണ്ട്. ഒരാളുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ, അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അല്ലാഹു തആല ആ കാര്യത്തിന് അതിൽ ഫത്ഹ് കണ്ടെത്താൻ ഈ ദിക്ർ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരാളുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ലഭിക്കാൻ അദ്ദേഹം ദിക്ർ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം ലഭിക്കും. അദ്ദേഹം സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. എന്നാൽ രണ്ടും ഉൾക്കൊണ്ട ചെറിയൊരു ദിക്ർ നിങ്ങൾക്ക് ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തരം ലഭിക്കും. ഞാനല്ല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്യുക. നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ റബ്ബിനോട് തുറന്നു പറയുക. ചൊല്ലേണ്ട ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമാണ് സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള ആ ഒരു സമയത്ത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും, ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളുടെ കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതേപോലെ തന്നെ മറ്റു പല വിഷയങ്ങൾ, പല ഉദ്ദേശങ്ങൾ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ നിരന്തരമായി കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പതിവാക്കി വന്നാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിക്ക് വേണ്ട വഴി തുറന്നു തരും. അത്രയും മഹത്വമുള്ള, അത്രയും വണ്ണമായ അല്ലാഹുവിന്റെ നാമങ്ങൾ ഉൾക്കൊണ്ട തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅത. ഈ ദിക്ർ ചൊല്ലി ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. എന്താണ് ചോദിക്കുന്നത് അത് റബ്ബ് അവന് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ചുരുങ്ങിയതൊരു സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 3 തവണ എങ്കിലും ചൊല്ലലിനെ പതിവാക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഏതാണ് അത്? ആ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി. ഈ ദിക്റാണ്. എല്ലാവരും സ്ക്രീനിൽ നോക്കി തന്നെ അത് ചൊല്ലണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.